ഇനി ചില കുട്ടികൾ അമ്മയ്ക്ക് തലവേദനയായിരിക്കും. ചില കുട്ടികൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കുട്ടിക്ക് എപ്പോഴും അമ്മയെ കണ്ടുകൂടാ. ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അത് ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കണു. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നോക്കുമ്പോൾ ഈ കുട്ടിക്ക് മുമ്പുള്ള കുട്ടി അബോർഷനായി പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ ആത്മാവിൻ്റെ ദോഷം, ദുർമതി പ്രേതങ്ങളുടെ ദോഷം എന്ന് പറയും. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ പറയും അത് തെറ്റാന്ന്. പക്ഷെ അല്ല. ജനറേഷൻ എന്തായാലും കാലങ്ങൾ എങ്ങനെ പുരോഗമിച്ചാലും ഇത് വളരെ സത്യം തന്നെയാണ്. ഇപ്പോൾ പ്രാക്ക് ദോഷം വരാം. പിന്നെ പ്രാക്ക് ദോഷങ്ങൾ പല വിധത്തിലെ പ്രാക്കുകളുണ്ട്. പ്രാക്കുകൾ എന്ന് പറയുമ്പം പ്രാക്ക് ദോഷം കൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കാം. ഇപ്പം നമ്മൾ മര്യാദയ്ക്ക് ജോലി ചെയ്ത ഒരാളാണ്, അയാളെ പറഞ്ഞു വിടാൻ പെട്ടെന്ന്. അപ്പോൾ അയാളുടെ മനസ്സ് പറയും. കാരണം ഒരു ജോലിക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ചിന്തകളുണ്ടാവും. കാരണം വീട് വെളുത്തണം, വീട് വയ്ക്കണം, പല പല ആഗ്രഹത്തോടാണ് ഒരാൾ ഉദ്യോഗത്തിൽ വരുന്നത്. ആ ജോലിയിൽ നിന്ന് ആത്മാർത്ഥമായി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ആഗ്രഹം. ഒരു സുപ്രഭാതത്തിൽ പറയാൻ നിൻ്റെ ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ആ ആളുടെ മനസ്സ് വേദനിക്കും. ആ വേദന നമുക്ക് പ്രാക്ക് ദോഷമായിട്ട് വരും. വയമ്പ്, മഞ്ഞൾ, ₹1 കോയിൻ, ഒരു പേപ്പറിൽ സ്വർണം എഴുതിയതൊക്കെ കിഴികെട്ടി മുൻവശത്ത് തൂക്കിയിടുക. നെക്സ്റ്റ് അമാവാസി വരുമ്പോൾ, അടുത്ത അമാവാസി വരുമ്പോൾ ഇത് മാറ്റി വേറെ തൂക്കാം. ഇങ്ങനെ അത് വെള്ളത്തിൽ കളരി ചവിട്ടരുത്. ഇങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്താൽ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എനിക്കാരോ ചെയ്തു വെച്ചതാണ്, എന്തോ പ്രശ്നമാണ്, ബിസിനസ്സിൽ താഴ്ചയ്ക്ക് പോവുക, ബിസിനസ് നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോശം വരിക, നന്നായിട്ട് പഠിച്ചത് കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നില്ല. അത് ഭാര്യാവർത്തൻ ഭയങ്കര സന്തോഷമായിട്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് കലഹത്തിലേക്ക് വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഒരു ജ്യോതിഷനെ സമീപിക്കും. അപ്പം നമ്മളിപ്പോൾ ജ്യോതിഷനാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വയ്ക്കുന്നത് അവരുടെ ജനിച്ച സമയം, അവർ വന്ന ദിവസം. ഒരു വ്യക്തി വന്നു കയറുമ്പോൾ ആ വന്ന് കയറുന്ന രീതി, അവരുടെ വസ്ത്രധാരണം, അവരാദ്യം ചോദിക്കുന്ന സംസാരം, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇയാൾ വന്നിരിക്കുന്നത് എന്താണ് കാരണം. അത് കഴിഞ്ഞിട്ട് അവർ പറയും, എന്താ പറയണത്, നമ്മൾ ജനിച്ച സമയം അറിയാമോ, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാതകം ഉണ്ടായിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സമയദോഷമാണെങ്കിൽ ദശാപഹാര ചിത്രങ്ങൾ വരുമ്പോഴും ദശ അവസാനിക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, എല്ലാ സമയം നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്, ഒരു പ്രശ്നവുമില്ലാത്ത സമയമാണ്, എന്തുകൊണ്ട് വന്നു. അപ്പം നമ്മൾ പറയും കവടി വെച്ച് നോക്കാമെന്ന് പറയും. കവടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ബിസിനസ് താഴ്ചയ്ക്ക് വരാൻ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഓരോ വ്യക്തികളുടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിന് പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ ചെറിയ പരിഹാരം മതി. ഇനി ചില കുട്ടികൾ അമ്മയ്ക്ക് തലവേദനയായിരിക്കും. ചില കുട്ടികൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കുട്ടിക്ക് എപ്പോഴും അമ്മയെ കണ്ടുകൂടാ. ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അത് ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കണു. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നോക്കുമ്പോൾ ഈ കുട്ടിക്ക് മുമ്പുള്ള കുട്ടി അബോർഷനായി പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ ആത്മാവിൻ്റെ ദോഷം, ദുർമതി പ്രേതങ്ങളുടെ ദോഷം എന്ന് പറയും. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ പറയും അത് തെറ്റാന്ന്. പക്ഷെ അല്ല. ജനറേഷൻ എന്തായാലും കാലങ്ങൾ എങ്ങനെ പുരോഗമിച്ചാലും ഇത് വളരെ സത്യം തന്നെയാണ്. കാരണം അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് അറിയില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചത് നോക്കിയിട്ട് അതിന് പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ പ്രാക്ക് ദോഷം വരാം. പിന്നെ പ്രാക്ക് ദോഷങ്ങൾ പല വിധത്തിലെ പ്രാക്കുകളുണ്ട്. പ്രാക്കുകൾ എന്ന് പറയുമ്പം പ്രാക്ക് ദോഷം കൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കാം. ഇപ്പം നമ്മൾ മര്യാദയ്ക്ക് ജോലി ചെയ്ത ഒരാളാണ്, അയാളെ പറഞ്ഞു വിടാൻ പെട്ടെന്ന്. അപ്പോൾ അയാളുടെ മനസ്സ് പറയും. കാരണം ഒരു ജോലിക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ചിന്തകളുണ്ടാവും. കാരണം വീട് വെളുത്തണം, വീട് വയ്ക്കണം, പല പല ആഗ്രഹത്തോടാണ് ഒരാൾ ഉദ്യോഗത്തിൽ വരുന്നത്. ആ ജോലിയിൽ നിന്ന് ആത്മാർത്ഥമായി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ആഗ്രഹം. ഒരു സുപ്രഭാതത്തിൽ പറയാൻ നിൻ്റെ ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ആ ആളുടെ മനസ്സ് വേദനിക്കും. ആ വേദന നമുക്ക് പ്രാക്ക് ദോഷമായിട്ട് വരും. പിന്നെ അതേപോലെ കൊച്ചു കുട്ടികളെ നമ്മൾ പാൽ കൊടുക്കാത്ത കുട്ടികളുണ്ട്. അതായത് അമ്മിഞ്ഞ പാൽ കൊടുക്കാത്ത അമ്മമാരുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ബാലശാപം വെക്കും. അതുപോലെ നമ്മളൊരു കുട്ടിയെ നമ്മൾ അബോർഷനാക്കി കളയുക. ജനിക്കാതെ പോയി കുട്ടികളുടെ ആത്മാവ് ഇരുന്ന് വിഷമിക്കും. ഇതൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, സത്യമായ കാര്യങ്ങളാണ്. ഈ ആത്മാവ് വിഷമിപ്പിക്കുന്നതായിരിക്കും അടുത്ത കുട്ടിയെയും അതിൻ്റെ അമ്മയായിരിക്കും വിഷമിപ്പിക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്നും ദുരിതമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രാക്ക് ദോഷം കൊണ്ടും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് കൊണ്ടും ഒക്കെ പല ദോഷങ്ങളും നമുക്ക് സംഭവിക്കുന്നുണ്ട്. പല രീതിയിലും പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് പെട്ടെന്ന് നല്ല രീതിയിൽ ബിസിനസ് പല പല പ്ലാനുകളുടെ ആൾക്കാർക്ക് പെട്ടെന്ന് അയാൾക്ക് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരിക. പിന്നെ അതുപോലെ ഒരു ആക്സിഡൻറ്റ് നമ്മൾ തീർന്നു, ഹോസ്പിറ്റൽ വാസം, സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ആർക്കെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക,
ഹോസ്പിറ്റലിൽ പോയി ശരി നിരന്തരമായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് എല്ലാവർക്കും അസുഖങ്ങൾ വരിക, വീട്ടിൽ ആവശ്യമില്ലാതെ കലഹമുണ്ടാകും, മുഖത്തോട് മുഖം നോക്കിയ കലഹം വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വെച്ച് കിടക്കണ മുറിയിൽ, ഇപ്പോൾ ഒരു വ്യക്തി കിടക്കുമ്പോൾ ആ കിടക്കുന്ന മുറിയിൽ ആൾ കിടക്കുന്നതിൻ്റെ പാദത്തിൻ്റെ അടുത്തായിട്ട് കെട്ടിലുമ്പോൾ വെക്കേണ്ട താഴെ വെച്ചാൽ മതി, ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വെച്ചാൽ ആ കല്ലുപ്പ് അലിഞ്ഞു പോകും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അലിഞ്ഞിരിക്കാം. അലിഞ്ഞു പോയാൽ അവിടെ മുറിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഉറപ്പിക്കാം. അതുപോലെ നമ്മൾ എല്ലാ മുറികളിലും കല്ലുപ്പ് വയ്ക്കും. അമാവാസിക്ക് എല്ലാ മുറികളിലും ചെരാതിലോ പേപ്പറിലോ കല്ലുപ്പ് വയ്ക്കും, ഇൻക്ലൂഡിങ് ടോയ്ലറ്റ്. പൂജാമുറിയിൽ വെക്കേണ്ട. പിറ്റേ ദിവസം ഇതിനൊക്കെ എടുത്ത് നമ്മൾ ബക്കറ്റിൽ വെള്ളത്തിലടിച്ച് കിച്ചൺ സിങ്കിൽ ഒഴിപ്പിച്ച് കളയും. പിന്നെ അതുപോലെ പരിപാടിക്ക് ഒക്കെ പോയി കഴിയുമ്പോൾ കുട്ടികൾ പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര ടയേർഡായിരിക്കും. ഒന്ന് കളിച്ചിട്ട് ടയേർഡ്, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം വരും. അപ്പോൾ അതിന് ഉപ്പിട്ട് കൈ കഴുകുക, ഉപ്പിട്ട് കുളിക്കുക, ഉപ്പ് വെള്ളം അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കുളിക്കുക, ഇതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഓറ കൂടാനും ഉപ്പും മഞ്ഞപ്പൊടിയും പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുളിച്ചാലും നല്ലതാണ്. ഓറയ്ക്ക് ശക്തി വരും, നല്ലതായിരിക്കും, തെളിച്ചം വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് മാജിക്കിൽ നിന്നെന്ന് പറയും, ചെയ്തുദോഷമുണ്ടെന്ന് പറയും, ഇന്നാളിന്ന് ചെയ്തിട്ടാന്ന് പറയും. ഇതിനൊക്കെ പരിഹാരങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റും. ഏത് രീതിയിലാണ് ആ ദുരിതം വന്നിരിക്കുന്നത്, ആരിൽ നിന്നാണ് ദുരിതം വന്നത് ആരെന്ന് പറയില്ല, നമ്മൾ ജ്യോതിഷന്മാർ പറയാൻ പാടില്ല. ആരിൽ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് വന്നത് മനസ്സിലാക്കിയിട്ട് അത് ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിന് കൃത്യമായ പ്രതിവിധികൾ ചെയ്തു കൊടുക്കാം. ചെറിയ ചെറിയ പ്രതിവിധി എന്ന് പറയുമ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല, ഇതൊരു 11 ആഴ്ച കഴിയുമ്പോഴേക്കും ഇവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറും, ഇവരുടെ ബിസിനസ് ഉയരും, എല്ലാം നന്നാവും. കുട്ടികൾക്ക് പറഞ്ഞൊക്കെ അനുസരണക്കുറവുണ്ടെങ്കിൽ ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു 26 36 ചൊവ്വാഴ്ച കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാറ്റം വരും, വ്യത്യാസം വരും. അതേപോലെ ശനിദോഷങ്ങളൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച തോറും മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശംഖാഭിഷേകം, അഘോരമന്ത്ര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂവളത്തിൽ അർച്ചന ഇതൊക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരും. ഇതൊന്നും ചെയ്തിട്ട് മാറ്റം വന്നില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കാതെ നമുക്ക് കഠിനമായ എന്തോ ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച പരിഹാരങ്ങൾ കൃത്യമായ അറിവുള്ള ആളെ കൊണ്ട് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു കുട്ടി അബോഷനായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത കുട്ടിയെ കൊണ്ട് രാമേശ്വരത്ത് പോയി കർമ്മം ചെയ്യിച്ചാൽ ആ ദോഷം തീരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. ഇപ്പോൾ ഓട്ടിസമുള്ള കുട്ടികളുണ്ടാവുന്നു. എന്തുകൊണ്ടാണ്? അമാവാസിക്കും പൗർണമിക്കും അതായത് നമ്മളൊരു ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല എന്ന് പറയും. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളാണ് ഈ ഓട്ടിസം. ആ സമയത്ത് ചിലപ്പോൾ ഗ്രഹണങ്ങൾ വരാം. അമാവാസിക്ക് ഗ്രഹണം വരാം, പൗർണമിക്ക് ചന്ദ്രഗ്രഹണം, അമാവാസിക്ക് സൂര്യഗ്രഹണമൊക്കെ വരാം. ഇങ്ങനെ ഗ്രഹണ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് എപ്പോഴും അംഗവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഒരു 90% കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിലായാലും ഓഫീസിലായാലും എവിടെയായാലും ഒരു കറുത്ത വാവ് വരുമ്പോൾ ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വയ്ക്കുക, 7 ഗ്രാമ്പു അതിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അമാവാസി വരുമ്പോൾ അതിനെടുത്ത് മാറ്റി ആ ഗ്രാമ്പൂവിനെ ചവിട്ടാതിടത്തും കല്ലുപ്പ് കിച്ചൺ സിങ്കിൽ അലിയിപ്പിച്ചും കളയാം. അത് ഈ സ്വർണ്ണപ്പടയങ്ങളൊക്കെ വച്ചിരിക്കുന്ന ആൾക്കാർ, പടയം എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അമാവാസി ദിവസം ഒരു മഞ്ഞ തുണിയിൽ കല്ലുപ്പ്, വയമ്പ്, മഞ്ഞൾ, 1 രൂപ കോയിൻ, ഒരു പേപ്പറിൽ സ്വർണം എഴുതിയതൊക്കെ കിഴികെട്ടി മുൻവശത്ത് തൂക്കിയിടുക. നെക്സ്റ്റ് അമാവാസി വരുമ്പോൾ അടുത്ത അമാവാസി വരുമ്പോൾ ഇത് മാറ്റി വേറെ തൂക്കാം. ഇങ്ങനെ അത് വെള്ളത്തിൽ കളരി ചവിട്ടരുത്. ഇങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്താൽ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ധനമുണ്ടാവാനും കാര്യങ്ങളൊക്കെ പഞ്ചമിക്ക് തേങ്ങാദീപം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഈ നെഗറ്റീവ് ബ്ലാക്ക് മാജിക്കിനെ പറ്റിയാണ് പറഞ്ഞത്. ബ്ലാക്ക് മാജിക്ക് മാറ്റാനായിട്ട് ഏറ്റവും നല്ല പരിഹാരമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, ഭദ്രകാളിയെ ഉപാസിക്കുക, ഭദ്രകാളി ചെയ്യാം. അതുപോലെ അഘോരമന്ത്രം ജപിക്കുക, മഹാദേവ ക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിക്കുക. ഇതെല്ലാം ചെയ്താൽ ബ്ലാക്ക് മാജിക്കല്ല എന്ത് മാജിക്കാലും പൊക്കോളും. ഇതൊന്നും പറ്റില്ലെങ്കിൽ നരസിംഹസ്വാമിക്ക് പാനയം കഴിപ്പിക്കുക, നല്ലതാണ്. നരസിംഹസ്വാമി പാനയം കഴിപ്പിച്ചാൽ നല്ലതാണ്. ഹനുമാൻ സ്വാമിയും ഈ നെഗറ്റീവൊക്കെ മാറ്റുന്ന ആളാണ്. ഹനുമാൻ സ്വാമിക്ക് തേങ്ങ സമർപ്പിക്കുക, വെറ്റിലമാല ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ മിക്ക കടകളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ തമിഴ് ആൾക്കാരുടെ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചാൽ കാണാം. നാരങ്ങ ഗ്ലാസ് ഇട്ടിരിക്കുന്ന നെഗറ്റീവ് എനർജിയായി നാരങ്ങ പെട്ടെന്ന് കഴിച്ചെടുക്കും. നാരങ്ങ അതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു ക്ഷീണം, ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ എടുത്ത് ഉഴിഞ്ഞ് നമ്മൾ ഒരു 21 പ്രാവശ്യം ഉഴിഞ്ഞ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഉഴിഞ്ഞ് റോട്ടിലേക്ക് ഇടാം. അപ്പോൾ ആ വണ്ടി കയറി പോകുമ്പോൾ ആ ദോഷം പോകും, കണ്ണു പോകും.
അത് വളരെ സമ്പ്രദായമാണ്. കാരണം ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് അടുപ്പിലിടാനോ ഒഴിഞ്ഞ് കത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ ചെറുനാരങ്ങ, അതുപോലെ നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എവിടെ പോകുമ്പോൾ ചെറുനാരങ്ങ കയ്യിൽ വെക്കണം എപ്പോഴും നല്ലതാണ്. ചെറുനാരങ്ങ ഈ നെഗറ്റീവിനെ വലിച്ചെടുക്കാൻ ഏറ്റവും പറ്റിയ സംഭവമാണ്. പക്ഷേ ആ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാൻ പാടില്ല. നാരങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ഒരു സംഭവമാണ്. നാരങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കാം, നാരങ്ങ നമ്മൾ കിടക്കയുടെ മുറിയിൽ വയ്ക്കാം, നെഗറ്റീവ് പോകും. നാരങ്ങ എവിടെ വെച്ചാലും വളരെ ഐശ്വര്യമാണ് നാരങ്ങ എന്ന് പറയുമ്പോൾ, ചെറുനാരങ്ങ. പിന്നെ ഒന്നാം തീയതി ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെറുനാരങ്ങ മുറിച്ച്, തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു എണ്ണത്തിൽ മഞ്ഞളും ഒരു കുങ്കുമവും പറ്റി വയ്ക്കും മുൻവശത്ത്. അതൊക്കെ ഭയങ്കര ഐശ്വര്യദായകമായ കാര്യമാണ്. ചെറുനാരങ്ങ കൊണ്ട് ചെയ്യാവുന്ന പ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരു ചെറിയ പ്രയോഗം ഞാനിപ്പോൾ പറഞ്ഞത്.